ഒരു ചെറിയ അടി പോലും പിന്നോട്ട് വയ്ക്കാൻ തയ്യാറല്ല എന്ന് CPI നിലപാടെടുത്തതോടെ അനുനയ നീക്കത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വവുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു സമവായം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. ഉച്ചകഴിഞ്ഞ് ആലപ്പുഴയിലായിരിക്കും ചർച്ച. അതേസമയം CPI മന്ത്രിമാർ രാജ്യസന്നദ്ധത അറിയിച്ചുവെന്ന വാർത്ത മന്ത്രി GR അനിൽ നിഷേധിച്ചില്ല. പാർട്ടിക്കപ്പുറം മന്ത്രിയുണ്ടോ എന്നായിരുന്നു GR അനിലിന്റെ ചോദ്യം. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ശേഷം ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങൾ നൽകും. അതിനുശേഷം D പ്രമേഷ് കുമാർ, AK സ്റ്റെഫിൻ, അഭിലാഷ് മോഹൻ എന്നിവർ കൂടി നമുക്കൊപ്പം ചെയ്യും. ഇത് സൗഹൃദമായ വിഷയമല്ലല്ലോ. ശിവൻകുട്ടിയും ഞാനുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിൻ്റെ പ്രശ്നങ്ങളല്ലല്ലോ. ഇത് പാർട്ടിയുടെ നിലപാടാണ്. ആ പാർട്ടി നിലപാട് പാർട്ടി സെക്രട്ടറി നിങ്ങളോടെല്ലാം പറഞ്ഞതാണ്. നിങ്ങളെല്ലാം നേരിട്ട് കേട്ടതാണ്. അതിലല്ല ഒത്തുതീർപ്പ് ഫോർമുലയല്ലോ വിഷയം. അതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് തീരുമാനമെടുക്കാൻ കഴിയുന്ന സംഘടനാ രൂപം പാർട്ടിയുടെ എക്സിക്യൂട്ടീവാണ്. മന്ത്രിസഭയിലും പാർട്ടിയുടെ മന്ത്രി ഏത് മന്ത്രി? പാർട്ടിക്ക് അപ്പുറത്തൊരു മന്ത്രിയുണ്ട്. പാർട്ടി പറയുന്നതിന്റെ ഒരു തുള്ളി വെള്ളം ചേരാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി. അതൊക്കെ രണ്ടാമത്തെ അപ്പോൾ ഇതാണ് അവസ്ഥ. പാർട്ടിക്കപ്പുറം ഒരു മന്ത്രിയുണ്ടോ എന്ന ചോദ്യത്തിൽ വേണമെങ്കിൽ രാജിവരെ ഞങ്ങൾ വെക്കാമെന്നൊരു സൂചനയുണ്ട്. പക്ഷെ അതിലേക്കൊന്നും പോകില്ല. ഇത് ഏതെങ്കിലും വിധത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തിക്കാനാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങുന്നത്. അപ്പോൾ അഭിലാഷ് മോഹൻ, D പ്രമേഷ് കുമാർ, AK സ്റ്റെഫിൻ എന്നിവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സ്റ്റെഫിൻ, CPIയുടെ വിവരങ്ങൾ. ശരി, ശ്യാം കൂടിയുണ്ട്. ശ്യാം അവിടെ നിന്ന് ഈ യോഗത്തിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ശ്യാമേ, വളരെ പ്രധാനപ്പെട്ട യോഗമാണ്, നിർണായകമായ കൂടിക്കാഴ്ചയാണ്. ഒരു സമവായം പ്രതീക്ഷിക്കുന്നുണ്ടോ ശരിക്കും? നിലവിലിപ്പോൾ മുഖ്യമന്ത്രി ആലപ്പുഴയിലെത്തി ഈ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ബിനോയ് വിശ്വവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈകിട്ട് 3:30-നാണ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇത് സംബന്ധിച്ചുള്ള കൂടിക്കാഴ്ച. ഇപ്പോൾ എക്സിക്യൂട്ടീവ് യോഗത്തിൻ്റെ ഉച്ചഭക്ഷണത്തിനായിട്ട് ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒരു സമവായം എന്ന കാര്യത്തിലേക്ക് നീങ്ങേണ്ട എന്ന നിലപാട് തന്നെയാണ് നേതാക്കൾക്കിടയിലുള്ളത്. അതായത് PM ശ്രീ പദ്ധതി എന്ന് സംബന്ധിച്ചതൊരു ആശയപരമായ കാര്യമാണ്. ആശയപരമായ വിഷയത്തിൽ അത് പാർട്ടി എടുത്ത നിലപാട്, ആ നിലപാടിനൊപ്പം നിൽക്കണം എന്നത് തന്നെയാണ്. അതിൽ ഒരു മാറ്റം തന്നെയാണ് CPI ആഗ്രഹിക്കുന്നത്. അതായത് പദ്ധതിയുമായിട്ട് പിന്നോട്ട് പോകണം എന്ന ആവശ്യം അത് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ വെക്കും എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ച് ഈ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കവും ഇക്കാര്യങ്ങളും അടക്കം CPI നേതാക്കളെ ധരിപ്പിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ നേരത്തെ കൂടിയ സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം ഉയർന്ന കാര്യം, അതായത് പാർട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ നിന്ന് ഒന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ ആ ഒരു കെട്ടുറപ്പിനെയും അതോടൊപ്പം തന്നെ ആ പാർട്ടിയുടെ ഇപ്പോഴുള്ള ആ ഒരു നിലവിലെ ഈ അവസ്ഥയുമൊക്കെ ബാധിക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. അതിനാൽ തന്നെ ഈ നിലപാടിൽ നിന്ന് ഒരു മാറ്റം അത് വേണ്ട എന്ന ഒരു തീരുമാനം തന്നെയാണ് സെക്രട്ടേറിയറ്റ് അടക്കം വരുന്നത്. 24 കൂടിയ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർ പറഞ്ഞു, അതായത് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രിസ്ഥാനം രാജിവെക്കണമെങ്കിൽ അത് ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിമാരായിട്ടുള്ള P പ്രസാദും K രാജനും ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനാൽ തന്നെ ഒരു കടുത്ത നടപടിയിലേക്ക് എന്ന രീതിയിലാകും. അതായത് ഈ PM ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല എന്ന കാര്യം തന്നെയായിരിക്കും ധരിപ്പിക്കുക. കാരണം ചർച്ച നടക്കട്ടെ. ഏത് വിധത്തിലുള്ള തീരുമാനമാണ് വരുന്നതെന്ന് കൂടി ശ്യാം നമ്മളോട് പിന്നീട് പങ്കുവയ്ക്കും. സ്റ്റെഫിൻ, അഭിലാഷ്, പ്രമേഷ് കുമാർ എന്നിവരുണ്ട്. സ്റ്റെഫിനെ, ഇപ്പോൾ ശ്യാം പറഞ്ഞ ആ യോഗത്തിന് തൊട്ടു മുമ്പായിട്ടുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ CPI എന്താണ് ഉദ്ദേശിക്കുന്നത്? വേഗത്തിൽ CPIയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം ഒരുപാട് നാൾ മുമ്പ് തന്നെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. കാരണം CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രമേയത്തിലും അംഗീകരിക്കപ്പെട്ട റിപ്പോർട്ടിലും ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, പ്രശ്നങ്ങൾ അന്ന് തന്നെ പറഞ്ഞു വെച്ചതാണ്. PM ശ്രീ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അത് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു തത്വങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യമാണ്, അത് വിദ്യാഭ്യാസ മേഖലയെ താർക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവർ പല ഉദാഹരണങ്ങൾ വന്നത് ചൂണ്ടിക്കാണിച്ചിരുന്നു. NCERT സിലബസിൽ നിന്ന് പല സിലബസ് പാഠഭാഗങ്ങൾ മാറ്റിയത്, ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ഉള്ള പാഠഭാഗങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയതിനെ പറ്റിയൊക്കെ അവർ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല, ഒരു നിലപാടിൻ്റെ ഒരു കാര്യമാണ്. അതോടൊപ്പം CPIക്ക് ഇത് രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്തേക്ക് ആശയപരമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം ഈ അംഗീകരിക്കപ്പെട്ട റിപ്പോർട്ടിനെ തള്ളി പറയേണ്ടി വരും ഈ തീരുമാനത്തെ അനുകൂലിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സമ്മർദ്ദം വലിയ രീതിയിൽ ഇങ്ങനെ നിർത്തി പോകുന്നത്. സമ്മർദ്ദം ഇപ്പോൾ CPIയുടെ തലയിലും ആയെന്നാണ്. പ്രമേശ് ചേട്ടാ, ഇപ്പോൾ CPIയെ സംബന്ധിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു.
തിരിച്ച് ഒരു കൃത്യമായ ഫലത്തോടുകൂടി തിരിച്ചു കയറിയില്ലെങ്കിൽ നാണക്കേട്ടോ. ഇപ്പോൾ വെള്ളപ്പള്ളി നടേശൻ തന്നെ അല്ലേ അഭിലാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങളിവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ വിമർശനവും അവരുടെ ഈ നിലപാടിൻ്റെ പേരിൽ കേൾക്കുന്നുണ്ട്. CPIക്ക് അങ്ങനെ പിന്നോട്ട് പോകാൻ സാധ്യമാണോ? മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങുമ്പോൾ ഒരു സമവായ ഫോർമുലയ്ക്ക് അവർക്ക് വഴങ്ങിക്കൊടുക്കാതെ നിവൃത്തിയുണ്ടോ? അല്ല, കരാറിൽ നിന്ന് പിൻവാങ്ങണമെന്ന കടുത്ത ആവശ്യമാണ് CPI ഉന്നയിച്ചിരിക്കുന്നത്. അപ്പം അതിന് ഇനി നിയമപരമായിട്ട് സാധ്യമാകുമോ എന്ന് എനിക്കറിയില്ല, എൻ്റെ സാങ്കേതികത്വം. പിന്നെ മറ്റൊന്ന്, ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനവും കേന്ദ്രവുമായി നടത്തിയ ധാരണാപത്രത്തിൽ ഒപ്പിടലായതുകൊണ്ട് ഇതിന് നിയമസാധുത ഇല്ലെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇത് സ്വാഭാവിക നിയമപോരാട്ടത്തിനൊക്കെ CPIക്ക് പോകാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത് ഇപ്പോൾ ഗവൺമെന്റിന്റെ സൈഡിൽ ഇതിന്ന് മാറാൻ ഇപ്പോൾ ഇതിന് ഒരു പിന്നെ ക്യാബിനറ്റ് ഡിസിഷൻ ആവശ്യമുണ്ടോ എന്നും എനിക്ക് അത്ര തിട്ടമില്ല. കാരണം ഇത് ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ വകുപ്പ്, അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ചേർന്നുണ്ടാക്കിയ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടലാണ്. അപ്പോൾ അതിന് ഒരു ക്യാബിനറ്റ് ഡിസിഷൻ, നയപരമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പുതിയ നിയമം ഉണ്ടാക്കൽ, അതിനൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി അതിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്ന് ഉള്ള കാര്യം സംശയമാണ്. അപ്പോൾ CPIയുടെ ഈ ആവശ്യം എത്രത്തോളം CPMന് നിർവഹിക്കാൻ കഴിയും, നിറവേറ്റി കൊടുക്കാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പില്ല. എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് ഇപ്പോൾ നേരത്തെ സ്റ്റെഫിൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നിന്ന് CPM കുറച്ച് മയപ്പെടാൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവരുടെ യോഗം ചേർന്ന് അടുത്ത LDFൽ ധാരണയാവുന്നതുവരെ ഇതിൻ്റെ തുടർ നടപടികളിൽ ഒരു മെല്ലപ്പോക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ്, മറ്റ് നടപടിക്രമങ്ങളുണ്ടല്ലോ. പിന്നെ മറ്റൊന്ന്, ഈ സർക്കാരിനാകെ 6 മാസമേ ആയുസുള്ളൂ. അത് കഴിഞ്ഞ് പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു. അത് കഴിഞ്ഞ് ഈ സർക്കാർ തുടരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ജനവിധിയെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത് നമ്മളെല്ലാം നേരത്തെ ചർച്ച ചെയ്തതുപോലെ എല്ലാവർക്കും അറിയാവുന്ന പോലെ പെൻഡിങ് ഫണ്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. അതിനാണ് വളരെ പെട്ടെന്ന് അത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട പെൻഡിങ് ആയിട്ടുള്ള ഫണ്ടുകളെ സംബന്ധിച്ചുള്ള ചർച്ച നടത്തിയിട്ടുണ്ടാവും. അപ്പം നിങ്ങളിത് അടിയന്തരമായിട്ട് ഒപ്പിടണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തിരിക്കുന്ന കാര്യം ബോധ്യമായി എല്ലാവർക്കും. കാരണം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല, LDF ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭ 2 തവണ ചർച്ച ചെയ്തിട്ട് മാറ്റിവെച്ചു. അപ്പോൾ വളരെ പെട്ടെന്ന് പോയി ഒരു ഉദ്യോഗസ്ഥ പോയി ആരെയും അറിയിക്കാതെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മന്ത്രിസഭയുടെ തലവൻ അറിഞ്ഞു തന്നെ ആവണം, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ആവണം എന്ന കാര്യം ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും ഇന്നാണ് അദ്ദേഹം CPI സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്താൻ പോകുന്നു. എന്ത് ഉപാധിയാണ് അല്ലെങ്കിൽ എന്ത് പരിഹാരമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുക എന്നറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു തർക്കം വരുമ്പോൾ സാധാരണ ഇതിന് പരിഹാരത്തിന് 2 കൂട്ടരും ഓരോ അടി പിന്നോട്ട് വെച്ചാലേ ഇതിന് പരിഹാരമാവുകയുള്ളൂ. അല്ലാതെ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങാൻ സർക്കാരിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അത് CPIക്കും അറിയാം. CPIയുടെ ഇവിടെ പറഞ്ഞതുപോലെ പ്രസക്തി തെളിയിക്കൽ മാത്രമല്ല, അതുകൊണ്ട് അതിനകത്ത് അവരുടെ രാഷ്ട്രീയ പ്രസക്തിയുടെ പ്രശ്നമാണ്. മറ്റൊന്ന്, ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ എന്നൊരു പദ്ധതി ഒപ്പിട്ടിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് പറയുന്ന ആ പദ്ധതിയുണ്ട്, പേര് ആശുപത്രികൾക്ക് പേര് നൽകിയിട്ടുണ്ട്. അതുപോലെ എതിർപ്പില്ലാതെ നടപ്പാക്കാം എന്നായിരുന്നു സർക്കാരും അല്ലെങ്കിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കരുതിയത്. പക്ഷേ ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ വിദ്യാഭ്യാസ ഈ പാഠ്യപദ്ധതി പരിഷ്കാരം എന്നുള്ള ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. അല്ല, പക്ഷെ അവിടെയാണ് അഭിലാഷ് അത് പ്രമേശ്വരൻ പറഞ്ഞ പാഠ്യപദ്ധതി പരിഷ്കാരത്തിൽ അദ്ദേഹം തന്നെ ചോദിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി NEPക്ക് എന്താ കുഴപ്പം, നിങ്ങൾ നോക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും നിലപാട് മാറ്റിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതും കൊണ്ടുള്ള ഉപകാരം കുട്ടികൾക്കാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിലൊരു മെല്ലപ്പോക്ക് നടത്തി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വൈകാന്നൊക്കെ പിന്നെ എന്തിനാണ് ഇപ്പോൾ ചെയ്തത്? സത്യത്തിൽ ചോദ്യപേപ്പർ അടിക്കാൻ പോലും വിദ്യാഭ്യാസ വകുപ്പിന് പണമില്ലാത്ത അവസ്ഥയുണ്ട് എന്ന് തന്നെ അവിടുന്ന് തന്നെ പലവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന പൈസ യഥാർത്ഥത്തിൽ ഈ സ്കൂളുകൾക്ക് തന്നെ കിട്ടുമോ, മറ്റാവശ്യങ്ങൾക്ക് വകമാറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു രണ്ടാമത്തെ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അത് വലിച്ചിഴച്ച് ഈ പരിപാടി CPI പ്രീണിപ്പിക്കാൻ വേണ്ടി അങ്ങനെ മുന്നോട്ട് വേണ്ടി പരിപാടിയുടെ ഗുണം തന്നെ ഇല്ലാതായി മാറും. അങ്ങനെ ആയിരിക്കുമോ ഇനിയൊരു സമവായം തെളിയാം? അല്ല, ഇതിൽ ഇന്ന് തന്നെ ഒരു സമവായത്തിലേക്ക് എത്തും. 2 കൂട്ടരും ഓരോ അടി പിന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ള കാര്യം. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാരുമായി ഒപ്പുവെച്ച ധാരണാപത്രം റദ്ദാക്കുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്, അത് സംഭവിക്കാത്ത കാര്യമാണ്. അപ്പോൾ പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം CPI അങ്ങനെ ധാരണാപത്രം റദ്ദാക്കിയാലേ മുന്നോട്ടുള്ളൂ എന്ന നിലപാടിൽ നിന്ന് പിന്മാറുക. അതേസമയം തന്നെ ഈ പദ്ധതി എടുത്തു ചാടി നടപ്പാക്കുക എന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ, അതായത് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുക. ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ സ്കൂളുകളുടെ ലിസ്റ്റ് കൈമാറണം, തുടർന്ന് മറ്റ് നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിപ്പോൾ ചെയ്യുന്നില്ല എന്ന് വയ്ക്കുന്നു. അപ്പോൾ ഇത് 2 കൂട്ടർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാലേ ഘട്ടം ഘട്ടമായിട്ട് പണവും കിട്ടൂ. ഇത് ഒപ്പിട്ട വഴി പണം കിട്ടുന്ന പരിപാടി. അപ്പോൾ നടപടിക്രമങ്ങൾ വൈകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സർക്കാരിന് ഈ സ്കീമിന്റെ പണം കിട്ടുകയല്ല പ്രധാനം. സർവശിക്ഷാ അഭിയാനാണ് പ്രധാനപ്പെട്ട പ്രശ്നം.
പണം വാങ്ങിച്ചെടുക്കുക എന്നുള്ള ഇലക്ഷൻ മുമ്പായിട്ട് അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവരെ ഇപ്പോൾ വളരെ പെട്ടെന്ന് അല്ല, അത് ഈ PM ശ്രീയുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ഫണ്ടല്ല. ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന 1500 കോടി എന്ന് പറയുന്നത് ഇതിലെ മുഖ്യ കോമ്പണന്റ് എന്ന് പറയുന്നത് സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട ഫണ്ടാണ്. ഈ PM ശ്രീ പദ്ധതിയിൽ ഒരു വലിയ എമൗണ്ട് യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തത് കൊണ്ട് ഈ ഫണ്ട് തടഞ്ഞു വെക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ ഒപ്പിടാൻ നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യം. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ, പ്രമേഷ് സൂചിപ്പിച്ചതുപോലെ, മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഡിമാൻഡ് സ്വാഭാവികമായും വന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അത്ര അടിയന്തരമായി ആരും അറിയാതെ മുന്നണിയോ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും CPM-നും CPI-ക്കും ദേശീയ തലത്തിൽ എതിർപ്പുള്ളൊരു വിഷയത്തിൽ ഒരു പാർട്ടിയും മുന്നണിയും ഒന്നും അറിയാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ എടുത്ത തീരുമാനമല്ലല്ലോ. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ എടുത്ത തീരുമാനവുമല്ല ഇത്. മുഖ്യമന്ത്രി ആ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ സാങ്കേതികത്തിനപ്പുറത്ത് CPI-യെ സംബന്ധിച്ച് CPI-യുടെ ഏറ്റവും വലിയ പ്രശ്നം, CPI ഒരു പൊതു നിലപാടെടുത്ത് അത് പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ ഈ നിലപാട് പറയുന്നതിന് മുമ്പ് തന്നെ ഒപ്പിടൽ കഴിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്, അത് ഉണ്ടാക്കുന്ന അപമാനം വളരെ വലുതാണ്. അപ്പോൾ ആ ഡാമേജിനെ കൺട്രോൾ ചെയ്യുക ഇനി ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഡാമേജ് കൺട്രോളാണ്. ഇപ്പോൾ CPI-ക്ക് പറയാം ഞങ്ങൾ കൃത്യമായ നിലപാടെടുത്തത് കൊണ്ട് PM ശ്രീ നടപ്പാക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചു എന്ന് പിന്നെ CPI-ക്കും പറയാം. ഈ പറഞ്ഞതുപോലെ റദ്ദാക്കുന്നില്ല എന്ന് CPIM-നും പറയാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഒരു സമവായത്തിന്റെ പോയിന്റിലേക്ക് എത്തി. അതല്ലാതെ CPM-നും CPI-ക്കും ഇനി വേറിട്ട് നിന്ന് അസ്തിത്വം തെളിയിക്കുക എന്ന് പറയുന്നത് വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ അസാധ്യമാണ്. ഇത് 70-കളൊന്നും അല്ല. ഇത് 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് കടുത്ത തീരുമാനമൊക്കെ എടുക്കാം. പക്ഷെ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോൾ മന്ത്രിമാരെ പിൻവലിക്കുക പോലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് CPI പോവില്ല എന്നാണ്. അതിനുള്ള സ്പേസിൽ നമുക്ക് UDF-ലേക്ക് CPI പോയാൽ എന്നാലോചിച്ച് നോക്കൂ. CPI-ക്ക് എത്ര സീറ്റ്? അല്ല, അക്കോമഡേഷൻ എന്നുള്ളത് പ്രധാനമാണല്ലോ. രാഷ്ട്രീയമായിട്ട് അവർക്ക് പോകാനും കഴിയും. അക്കോമഡേഷൻ എത്ര സീറ്റ് കിട്ടും CPI-ക്ക്? UDF ഇപ്പൊ തന്നെ ഒരു പാക്ഡ് ആയിട്ടുള്ള മുന്നണിയാണ്. അവർ എവിടെ നിന്ന് സീറ്റ് കൊടുക്കും? 10 സീറ്റിൽ കൂടുതൽ UDF മുന്നണിയിൽ CPI കിട്ടും. പണ്ട് അച്യുതമേനോന്റെ കാലത്തുള്ളത് പോലത്തെ കാര്യമൊന്നും അല്ലല്ലോ ഇപ്പോൾ. അവിടെ ഒരുപാട് ഘടകകക്ഷികളുണ്ട്. CPI കൂടി അവർ അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ സീറ്റുകളുടെ എണ്ണം ഇവിടെ കിട്ടുന്നത് പോലെയുള്ള 4 മന്ത്രിസ്ഥാനം ഒരു UDF മന്ത്രിസഭ ഉണ്ടായാൽ CPI കിട്ടുമോ? പറ്റില്ല. കാരണം അത്രയധികം വലിയ ഘടകകക്ഷികൾ അവരെ സംബന്ധിച്ച് അപ്പുറത്ത് നിൽക്കുകയാണ്. മുസ്ലിം ലീഗിന് വേണ്ടേ 4 മന്ത്രിസ്ഥാനം, കോൺഗ്രസ് ഇല്ലേ? അപ്പോൾ അപ്പുറത്തൊരു അഭയം എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി ഉണ്ടാവും. ഇപ്പോൾ RSPക്ക് പോയപ്പോൾ കൊല്ലം പിന്നെ പാർലമെന്റ് സീറ്റ് കൊടുത്തത് പോലെ അവര് അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ CPM-ന്റെ അടവുന്നതാണോ വിജയിക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ചർച്ചയിൽ? അല്ല, ഇത് ഒരു സമവായത്തിലെത്തും. കാരണം CPI-യെ സംബന്ധിച്ചപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചല്ലോ. മുഖ്യമന്ത്രി ഇത് ഒരു ഗൗരവത്തോട് എടുത്തു. CPM അടിയന്തര പ്രാധാന്യത്തോടു കൂടി സെക്രട്ടേറിയറ്റ് ചേർന്നു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നേരിട്ട് ചർച്ച നടത്തി. മുഖ്യമന്ത്രി നേരിട്ട് ബിനോയ് വിശ്വത്തെ CPI സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു. ആദ്യം MN സ്മാരകത്തിലേക്ക് ശിവൻകുട്ടി പോയി. MN സ്മാരകത്തിലേക്ക് പോയി ശിവൻകുട്ടി പോയി ചർച്ച നടത്തി. അവിടെ പ്രശ്നം തീർന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് CPI സംസ്ഥാന സെക്രട്ടറിയുമായി കാണുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ഇമോഷൻസിനെ പാസിഫൈ ചെയ്യാൻ അതുകൊണ്ട് മതി. ഇതൊക്കെ കുറേയൊക്കെ വൈകാരികമാണല്ലോ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ വൈകാരികമായി ബുദ്ധിമുട്ടിച്ചല്ലോ എന്ന പ്രശ്നം അവിടെ പരിഹരിച്ചല്ലോ. പിന്നെ ബാക്കിയുള്ളത് സാങ്കേതികത്വമല്ലേ? അതൊക്കെ അത് അതിൻ്റെ വഴിക്ക് നടക്കും. ഇത് ഇന്നുകൊണ്ടൊരു തീരുമാനമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും. കാരണം ഇതിനു മുമ്പ് CPI ഉയർത്തിയ പല എതിർപ്പുകളുണ്ടല്ലോ. എലപ്പുള്ളി മദ്യശാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യം എടുത്ത സ്റ്റാൻഡ് എന്താ? നടക്കില്ല. പിന്നീട് ഇതേപോലെ തന്നെ MN സ്മാരകത്തിലായിരുന്നു അന്ന് LDF-ന്റെ ചർച്ച വന്നത്. അന്ന് ചർച്ചയ്ക്ക് വന്നു. അതിനുശേഷം അവർ കുറച്ച് ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകാം എന്ന് പറഞ്ഞ് സമ്മതം കൊടുക്കുന്ന രീതിയിലാണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ കൂടുതൽ CPM നേതാക്കളും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെയും ഒരു പൊതുവികാരം എന്നുള്ളത് 1500 കോടിക്ക് വേണ്ടി ഒരു മുന്നണി സംവിധാനം ഇല്ലാതാക്കാനൊന്നും പറ്റുകയൊന്നുമില്ല. അതുകൊണ്ട് എന്ത് പോകുമ്പോഴാണോ പരിഗണിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ശരി, അതാണ് CPI-യുടെ ഒരു അവസ്ഥ. ഒന്ന് പരിഗണിച്ചാൽ മതി എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ. മുഖ്യമന്ത്രി ബിനോയ് വിശ്വമായി നേരിട്ട് ചർച്ച നടത്തുകയാണ്. ഇനി വീണ്ടും അതിന് വഴങ്ങാതെ കടുത്ത നിലപാടുമൊക്കെ ആയിട്ട് CPI-ക്ക് പോകാൻ കഴിയുന്ന യാതൊരു രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൽ നിലവിലില്ല എന്നത് വ്യക്തവുമാണ്. അതുകൊണ്ട് സമവായം ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുമോ എന്നുകൂടി നമുക്ക് കാത്തിരിക്കാം.